മിനിസ്റ്റർ ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പ്രധാനമന്ത്രി ഇന്നലെ പോയി. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളിലെല്ലാം വിശ്വാസം ഉറപ്പിച്ച് കാത്തിരിക്കുകയാണ് വയനാട്, കേരളം ഒന്നാകെ. നമ്മളെല്ലാവരും ഇന്നിപ്പോൾ ജനകീയ തിരച്ചിലാണ്. രാവിലെ 8 മണിയോടുകൂടി ആരംഭിക്കും. എങ്ങനെയായിരിക്കും മിനിസ്റ്റർ അതിൻ്റെ ഒരു നടപടികളൊന്നും പറയാമോ ആദ്യം? നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച തന്നെ രാവിലെ ആരംഭിച്ച ജനകീയ തിരച്ചിലിന്റെ ഒരു പ്രത്യേക തുടർച്ചയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തെരച്ചിലിന്റെ 3-ാം ദിവസം നമ്മൾ ആരംഭിച്ച പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റൈലാണ് 6 സോണുകളായി തിരിച്ച് പുഞ്ചിരിമറ്റം മുതൽ ഇങ്ങോട്ട് താഴത്തോട്ട് പുഞ്ചിരിമറ്റവും മുണ്ടക്കയും അട്ടാമലയും ഒക്കെ ഉൾപ്പെടുത്തി, ചൂരൽമലയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡൗൺ സ്ട്രീം വരെ 6 മേഖലകളായി തിരിച്ചുകൊണ്ട് പ്രത്യേകമായിട്ടുള്ളൊരു തിരച്ചിൽ സംവിധാനം. സാധാരണ നിലയിൽ 6 മേഖലകളായി നമ്മുടെ ഫോഴ്സിനെ പൂർണ്ണമായും 18ഓളം വരുന്ന വിവിധ ഫോഴ്സുകളെ പൂർണ്ണമായിട്ടും അണിനിരത്തി കടാവർ ഡോഗ്സ് ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള തെരച്ചിൽ സംവിധാനം, അതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരുടെ സേവനം, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു തെരച്ചിലിന്റെ പൊതുരൂപമാണ് നമ്മൾ ഉൾപ്പെടുത്തിയതെങ്കിൽ, വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകമായി കണ്ടതും ഇന്ന് നമ്മൾ തുടർച്ചയായി നടത്താൻ ഉദ്ദേശിക്കുന്നതും പ്രദേശവാസികളും എഫക്റ്റഡ് പേഴ്സൺസുമായ ആളുകളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് അവരവർക്ക് ഇനി എവിടെയെങ്കിലും ഒരു തരി വിട്ടുപോയിട്ടുണ്ടോ എന്ന് വീണ്ടും അവസാനമായി നോക്കാനുള്ള പ്രാദേശികമായ ഒരു സൗകര്യം കൂടി ഒരുക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ തെരച്ചിലിന്റെ ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്നത്. തെരച്ചിലിൽ ജനപങ്കാളിത്തം എന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ആളുകൾ ധാരാളമായി പങ്കെടുക്കും, സന്നദ്ധ പ്രവർത്തകർ. പക്ഷെ അതിനേക്കാൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രദേശവാസികളായി 30-ാം തീയതി വരെ അവിടെ താമസിച്ച് ഈ ദുരന്ത ഭൂമിയിൽ നേരിട്ടിട്ടുള്ള അനുഭവങ്ങളുമായിട്ടുള്ള ആളുകൾ ഇന്ന ഇടങ്ങളിൽ കൂടി തിരയാനുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് മുണ്ടക്കൈ ടൗണായി കിടന്നിരുന്ന സ്ഥലമാണെങ്കിൽ അതിന്റെ മസ്ജിദിന്റെ മുമ്പിലുണ്ട്, കുരിശു പള്ളിയുടെ ഭാഗത്തുണ്ട്, ചില പ്രത്യേക കെട്ടിടങ്ങൾ നടന്ന സ്ഥലങ്ങളുണ്ട്, ഞങ്ങളുടെ തന്നെ വീടുകളുടെ ചില വഴികളിൽ നോക്കാനുണ്ട്. ഇങ്ങനെ സംശയം ഏതെങ്കിലും വിധത്തിൽ ബാക്കി നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു സംശയത്തിന്റെ മനസ്സിൽ ബാക്കിയില്ലാതിരിക്കാൻ, നമുക്ക് എന്തെങ്കിലും റിക്കവറിയിലേക്ക് കടക്കാൻ പറ്റുമോ എന്നറിയാൻ വളരെ സൂക്ഷ്മതലത്തിൽ 6 സോണുകൾ തന്നെയായി തിരിച്ച് അതത് പ്രദേശങ്ങളിലുള്ളവരും അവിടെ അറിയാവുന്നവരും ജനപ്രതിനിധികളുമായ ആളുകളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിലിനാണ് ഇന്ന് 8 മണിയോടുകൂടി ആരംഭം കുറിക്കുക. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ചയാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ധാരാളമായ സന്നദ്ധ പ്രവർത്തകർ വരുന്നുണ്ട്. പക്ഷെ അൺകൗണ്ടബിളായി അങ്ങനെ വിടാനാകില്ല. പ്രദേശവാസികളോടൊപ്പം സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഒരു 9 മണിയോടെ നിജപ്പെടുത്താവുന്ന വിധത്തിൽ രജിസ്ട്രേർഡായി ആളുകളെ ബെയിലി പാലത്തിനകത്തേക്ക് കടത്തിവിടുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സന്നദ്ധ പ്രവർത്തകരുടെ സേവനം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ സൂചിപ്പാറയൊക്കെ പോലുള്ള വളരെ പ്രധാനപ്പെട്ടതും ആത്മാർത്ഥത കൊണ്ടാണെങ്കിലും വളരെ റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കുമുള്ള യാത്ര നിർബന്ധമായിട്ടും ജില്ലാ ഭരണകൂടത്തെ ഈ തെരച്ചിൽ സംഘത്തെ അറിയിച്ചുകൊണ്ട് മാത്രമേ പോകാനാകൂ. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എയർ ലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെങ്കിൽ വളരെ റിസ്ക് ഉള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് ഏകപക്ഷീയമായി ആരെയും അറിയിക്കാതെ പോകരുത്. കാരണം ചില നേരത്ത് ഇപ്പോ 11 മുതൽ മഴ പൊതുവെ പ്രവചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഇതിന്റെ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ വിധത്തിൽ പോകണം. എന്തായാലും ഇന്ന് ജനകീയ തെരച്ചിലാണ്. നാളെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി ഫോഴ്സ് തന്നെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡൗൺ സ്ട്രീം അരിച്ചു പെറുക്കുക എന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ്. പിന്നെ 6 മേഖലകളായി തിരിക്കുന്ന ജനകീയ തെരച്ചിലാണെങ്കിൽ നാളെ ഡൗൺ സ്ട്രീമിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ തെരച്ചിലാണ് നമ്മൾ രൂപം നൽകിയിട്ടുള്ളത്. ഇന്നലത്തെ യോഗം അതിന്റെ എല്ലാ വിശദാംശങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ നമുക്കറിയാം ജനകീയ തിരച്ചിൽ വെള്ളിയാഴ്ച ആരംഭിച്ച ഘട്ടത്തിൽ അത് അന്ന് പ്രധാനമന്ത്രിയുടെ വരവ് കണക്കിലെടുത്തുകൊണ്ട് ഒരു പരിമിതപ്പെടുത്തിയിരുന്നു. 11 മണിയോട് കൂടിയിട്ട് ആ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു ഞായറാഴ്ച ഈ തെരച്ചിൽ തുടരുന്ന അന്ന് ആ ഘട്ടത്തിലാണ് പറയുകയും ചെയ്തത്. ഇന്നിപ്പോൾ തിരച്ചിൽ എത്ര മണി വരെ തുടരാനാണ് തീരുമാനം? ഒപ്പം നാളെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആളുകൾ വരിക, പക്ഷേ അതിന് നിയന്ത്രണം ഉണ്ടാകുമെന്ന് മന്ത്രി പറയുകയും ചെയ്തു. എന്തായാലും നാളത്തേക്ക് ഈ ഒരു ജനകീയ തെരച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം ഇന്നിപ്പോൾ മഴ കനക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ ജനകീയ തിരച്ചിൽ ഇന്ന് പൂർണ്ണമായും അവസാനിപ്പിക്കുമ്പോൾ എത്ര മണി വരെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്? നമ്മൾ കഴിഞ്ഞ ദിവസം ഉച്ചവരെ
11 മണി വരെ മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ട് 11 മണി വരെ പറഞ്ഞെങ്കിലും പിന്നെ ഞങ്ങൾ ഇടപെട്ട് ഏതാണ്ട് ഉച്ചവരെ അത് കൊണ്ടുപോകാനായി. ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ തീരണം എന്ന പൊതുധാരണയാണ് നമുക്കുള്ളതെങ്കിലും എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി ഉപയോഗപ്പെടുത്തി ഇന്ന് വൈകുന്നേരം വരെ കൊണ്ടുപോകാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല. നേരത്തെ പറഞ്ഞതുപോലെ മഴ ഉൾപ്പെടെയുള്ള ഒരു സാഹചര്യം കനത്തതായതുകൊണ്ടാണ് നമുക്ക് അതിനെ ഒന്ന് ക്രമപ്പെടുത്താനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകണം എന്ന സ്ഥിതിയിലേക്ക് നമ്മൾ പറയാനുള്ള കാരണം. എന്തായാലും ഇന്നത്തോടെ ജനകീയ തെരച്ചിലിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഘട്ടം പൂർത്തിയാകും. ഉച്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രാഥമികമായി നമ്മുടെ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ബന്ധപ്പെട്ട എഫക്റ്റഡ് പേഴ്സൺസ് ആയ ആളുകളെ കൂടി അവർക്ക് കൂടി പിന്നെ പരിശോധിക്കാൻ ഇട നൽകുന്ന വിധത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകമായി കൊണ്ടുവരാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ആ വിധത്തിൽ അത്യാവശ്യമായി വരേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി അവസരം കൊടുക്കാവുന്ന വിധത്തിലുള്ള ഒരു ജനകീയ തെരച്ചിലാണ് ഇന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഏതുവരെയും എടുക്കാം. ഉച്ചയാണ് നമ്മളിപ്പോൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു കാര്യം. നേരത്തെ നമുക്ക് ചില ഭൂചലനങ്ങളെ കുറിച്ച് കൂടി ചില പേടി ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ ക്ലിയർ ആക്കി ഇപ്പൊ നാഷണൽ റിമോട്ട് സെൻസറിങ് സെന്ററിന്റെ ഹെഡ് തന്നെ അത് വെളിപ്പെടുത്തുകയുണ്ടായി. നാഷണൽ സീസ്മോഗ്രാഫിക് സെന്ററിന്റെ ഒരു റിപ്പോർട്ടിലും അങ്ങനെ ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭൂചലനമല്ല, ചിലപ്പോ സാധാരണ നിലയിൽ പാറകൾ ഏതെങ്കിലും നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി അകന്നു വന്നിരുന്ന പാറകൾ ഏതെങ്കിലും സെറ്റിലായതായിരിക്കും എന്നാണ് അവര് പറയുന്നത്. എന്തായാലും മഴ ഒരു പ്രത്യേക സാഹചര്യമാണ് എന്നുള്ളത് നമുക്ക് കണക്കിലാക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വൈകുന്നേരം വരെ പോകേണ്ടി വന്നാലും പ്രയാസമില്ല. ഉച്ചയ്ക്കാണ് നിജപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആ മേഖലകളിൽ കയറുന്നതിന് ശേഷം ഇന്നത്തെ ജനകീയ തെരച്ചിൽ അവസാനിക്കുള്ളൂ. താങ്ക് യു മിനിസ്റ്റർ. റിപ്പോർട്ടറിനോട് പ്രതികരിച്ചതിന് രാവിലെ തന്നെ മന്ത്രിതല സംഘം വയനാട്ടിൽ കേന്ദ്രീകരിക്കുകയാണ്. ഇന്ന് ജനകീയ തിരച്ചിലാണ്. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ തന്നെ അവിടെ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് പരമാവധി സമയം തിരച്ചിൽ നടത്തും എന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. മഴ ഒരു പ്രതിസന്ധിയായി നിൽക്കുകയാണ്. വയനാട്ടിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴയുടെ ശക്തി വീണ്ടും കൂടും എന്ന് പറയുന്നത് അല്പം ആശങ്കയോടെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ സർക്കാർ എല്ലാവിധമായ മുന്നൊരുക്കങ്ങളും നടത്തുകയും ചെയ്തിട്ടുണ്ട്. പരമാവധി വൈകുന്നേരം വരെ, അല്ലെ ശ്രുതി, വൈകുന്നേരം വരെ ആ തിരച്ചിൽ കൊണ്ടുപോകാം എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. മിനിസ്റ്റർ കെ രാജനാണ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്.